എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത വിവിധ സിനിമകളുടെ അടക്കം 6 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ജൂനിയർ NTRന്റെ പാൻ സിനിമയാണല്ലോ ദേവര പാർട്ട് 1. നിലവിൽ 8 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന ദേവര എന്ന സിനിമയുടെ 8ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 8 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 7 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 324 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 8ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 9 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 8 ദിവസം കൊണ്ട് ദേവര എന്ന സിനിമ 330 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മമ്മൂക്കയുടെ സിനിമയാണല്ലോ പാലേരി മാണിക്യം. 2009 തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ പാലേരി മാണിക്യം. 15 വർഷങ്ങൾക്ക് ഇപ്പുറം റിലീസ് എത്തിയ പാലേരി മാണിക്യം എന്ന സിനിമയ്ക്ക് ഒട്ടും മികച്ച തുടക്കമല്ല കിട്ടിയിരിക്കുന്നത്. സമീപകാലങ്ങളിൽ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ നിന്നും റിലീസ് എത്തിയപ്പോൾ മികച്ച കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്തിരുന്നു. എന്നാൽ പാലേരി മാണിക്യം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് ഒട്ടും മികച്ച തുടക്കമല്ല കിട്ടിയിരിക്കുന്നത്. നിലവിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രീനുകളിലെ ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ആ ഷോകൾക്ക് പോലും ആൾക്കാർ കാണാനില്ലാത്ത അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടിയ സിനിമ കൂടിയാണല്ലോ ARM. ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ നായകനാക്കി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി ഓണം വിന്നറായി മാറിയ ARM എന്ന സിനിമയുടെ നിലവിൽ 23 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ARM എന്ന സിനിമയുടെ 23 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 60 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 23 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 54 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 23 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 92 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വീക്കെൻഡ് ദിവസം ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഇന്നലത്തെ മികച്ചൊരു കളക്ഷനാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ചിത്രം എത്രയും പെട്ടെന്ന് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയാണ്. നിലവിൽ 23 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയുടെ 23 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ചിത്രം ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 23 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 37 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 21 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 70 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 23 ദിവസമായി ഇന്നലത്തെ കളക്ഷനോടുകൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 72 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം ഈ ആഴ്ചയോടുകൂടി തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 75 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസം 13-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ പെപ്പെ നായകനെത്തിയ സിനിമയാണല്ലോ കൊണ്ടൽ. തിയേറ്ററിൽ നിന്നും മിക്സഡ് ആയിട്ട് അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോൾ ചിത്രം ഫൈനൽ കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ വന്നിരിക്കുന്നത് 2 കോടി രൂപയാണ്. അതേസമയം കൊണ്ടൽ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് പരാജയപ്പെടുന്ന സിനിമയായി തന്നെ കൊണ്ടൽ നേരത്തെ തന്നെ മാറിയിരുന്നു. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ കൊണ്ടൽ എന്ന സിനിമ ചിത്രം അടുത്ത ആഴ്ചയോട് തന്നെ ചിത്രം OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും OTT അപ്ഡേറ്റുകളും അറിയാനായി. അതേസമയം ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ വമ്പൻ ഡിസാസ്റ്ററായി മാറിയ സിനിമയാണല്ലോ ബാഡ് ബോയ്സ്. ഒമർ ലുലുവിന്റെ സംവിധാനത്തിൽ ഒരുപാട് താരനിരകളോട് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി വമ്പൻ പരാജയമായി മാറിയ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ബാഡ് ബോയ്സ് എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം ആകെ നേടിയിരിക്കുന്നത് 2 കോടി രൂപ മാത്രമാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.